കോട്ടപ്പടി മാറിയലിയാസ് കോളേജിൽ ടൂറിസം പഠന റിപ്പോർട്ടിന്റെ പ്രകാശനവും ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടിയും നടന്നു. മാറിയലിയാസ് കോളേജിലെ ടൂറിസം പഠന വിഭാഗം തയ്യാറാക്കിയ എ ഗേറ്റ് വേ ടു ദി ഗാഡ്സ് എ സ്റ്റഡി ഓൺ കോതമംഗലം ടൂറിസം എന്ന പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ IAS റിപ്പോർട്ട് പ്രകാശനം നിർവഹിച്ചു. ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്ത് എല്ലാ സപ്പോർട്ട് കൊടുത്ത കോളേജ് മാനേജ്മെൻറ്റിന്, പ്രിൻസിപ്പലിനും മാനേജറിനും ഒക്കെ എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷനിൽ മുന്നിൽ നിന്ന എല്ലാ ഗൈഡൻസും കൊടുത്ത് കുട്ടികളെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ച ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഏറ്റവും മനോഹരമായിട്ട് ഞാൻ റിപ്പോർട്ട് കണ്ടു. എക്സോസ്റ്റീവായിട്ടും കോംപ്രഹെൻസീവായിട്ടും എല്ലാം ചെയ്തെടുത്ത കുട്ടികൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. കാര്യം ഇന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം പേര് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഇത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക്, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് നിങ്ങളുടെ ഈ റിപ്പോർട്ട് മൂലം ഉണ്ടായിരിക്കുന്നത്. അതിൽ പങ്കെടുത്തിട്ടുള്ള, അതിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരുടെയും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കോതമംഗലത്തിൽ, നമ്മുടെ ജില്ലയുടെ ഈ ഭാഗത്തിൻ്റെ സാധ്യതകൾ പുറംലോകം ഇനിയും അറിയാൻ ഉണ്ട്. ഈ റിപ്പോർട്ട് അതിലേക്ക് നമ്മളെല്ലാവരെയും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നൊരു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രാദേശിക ടൂറിസം സാധ്യതകളും അവയുടെ വികസന സാധ്യതകളും റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. എറണാകുളം DTPC സെക്രട്ടറി ലിജോ ജോസഫ് റിപ്പോർട്ട് ഏറ്റുവാങ്ങി. കോതമംഗലത്ത് ഇങ്ങനെ ഒരു കോളേജ്, മാരിയസ് കോളേജ് വിത്ത് DTPC ഹാവ് സൈൻഡ് ആൻ MOU ആൻഡ് വി ബീൻ വർക്കിംഗ്. പല പ്രാവശ്യങ്ങളായിട്ട് പല ആക്ടിവിറ്റീസിലും DTPC ആയിട്ട് നിങ്ങളുടെ കോളേജ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിന് വേണ്ടി, ബേസിക്കലി കോതമംഗലത്തിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുന്നു. ഇവിടുത്തെ നോണും അൺനോൺ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസും ഒക്കെ കവർ ചെയ്തുകൊണ്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല ഓരോ ഡെസ്റ്റിനേഷൻസ് എങ്ങനെ കവർ ചെയ്യുകയാണെന്നുള്ളത്. അത് നിങ്ങളുടെ എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് തീർച്ചയായും ഇറ്റ് ക്രിയേറ്റ്സ് എ ഗുഡ് ഹാർഡ് വർക്ക് and a big lot of applause to all the people who work behind it. I know it's not a small thing. കാരണം ഞങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ടൂറിസം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒരു പ്രൈം പ്രോജക്ട്സ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറ്. ഇതുപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് എഫേർട്സ് എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I know there is a lot of pain behind it. Identifying the locations, ചെറിയ ഡെസ്റ്റിനേഷൻസ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. I just had a sum of what it has been mentioned down. കോട്ടപ്പടി മാറിയലിയാസ് കോളേജിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ IAS ക്ലാസ് എടുത്തു. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ വോട്ടവകാശ പ്രതിജ്ഞ ചൊല്ലി. കോളേജ് മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ജിലി K. എൽദോസ് സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T. മൂലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജർ സുനിൽ ജോസഫ് കൽക്കുന്നേൽ, മാർഗി വർഗീസ് സഹദ, പള്ളി ട്രസ്റ്റി CM ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ജിൻസി P. മാത്യൂസ്, IQC കോർഡിനേറ്റർ ടിൻഡു സക്കറിയ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല C. എന്നിവർ ആശംസകൾ നേർന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ഷാലോക് ഷാജി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.